ഈ കഷ്ണങ്ങൾ ഈ കോട്ടയം കേട്ടോ, ഈ സാധനങ്ങളൊക്കെ കേട്ടോ, അതിൻ്റെ ഓരോ കല്ലാണ് അവിടെ ഈ കാണുന്നത് അത് തന്നെയാണ്. ഇതിലാണ് ഇരിക്കുന്നത്, അതിൻ്റെ ഒറിജിനൽ കഷ്ണങ്ങളാണ് കേട്ടോ. മക്കാം ഇബ്രാഹിം ഇതാണ് നമ്മളവിടെ കാണാം. ഇബ്രാഹിമിൻ്റെ ഇതല്ല, അതിൻ്റെ മോഡൽ ഇതിനകത്ത് കല്ല് വെച്ചിരിക്കുക. ഇതെന്താ സാർ കല്ല്? ഇതല്ലേ കല്ല് കണ്ടില്ലേ? അതുപോലെ നമ്മുടെ നാട്ടിലില്ലാത്ത മാർബിൾ കഷ്ണങ്ങൾ ലോക്ക് ചെയ്തിട്ട് ആർച്ച് ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ? ഇത് ഫുള്ള് മാർബിളിലെ കഷ്ണമാണ്, അത് ലോക്ക് ചെയ്തിട്ട് ആർച്ച് ആക്കിയിരിക്കുക. ആ കറുപ്പും വെള്ളയായിട്ടുണ്ട്, അങ്ങനെ ഡിസൈൻ വെട്ടി അതിനകത്തേക്ക്. ഇത് ഇമാമ മിമ്പറിൽ കയറാൻ വേണ്ടി ക്ലിയറൊക്കെ ഉണ്ട് കാമ്പയിൽ, അതിങ്ങനെ തള്ളി കൊണ്ടുവന്ന് ഇമാമ കുത്തുക വേണ്ട സാധനമായിരുന്നു പഴയ കാലം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാബയ്ക്കകത്ത 2 തൂണുകളായിരുന്നു, ഇതുപോലത്തെ 2 തൂണുകളിലാണ് കാബയുടെ മച്ചത്. ഇതൊക്കെ മദീന പണിയുടെ ഡോറുകളാണ്, പഴയ കാലത്തുള്ള ഡോറാണ്. പഴയ ഡോറുണ്ട്. തേക്കൊക്കെ നിലമ്പൂരിന് കൊണ്ടുവന്നതാണ്. അതെന്താ സാർ? കാബയ്ക്കുള്ളിൽ 2 തൂണുണ്ട്. ഇത് പഴയ തൂണായിരിക്കും. മുടി വർദ്ധിച്ചിട്ടില്ലേ, അതിൻ്റെ കണക്കില്ല. അതെല്ലാ വർഷവും മാറും. നമ്മൾ വരുന്നതിന് തൊട്ട് മുമ്പ് മാറിയേ ഉള്ളൂ. അത് അടുത്ത ഹജ്ജ് പിന്നെ പിന്നെ മാറും. എന്നിട്ട് അതിനെ കഷ്ണങ്ങളായിട്ട് മുടിച്ച് കെട്ടി ഓരോ ആളുകൾ വരുമ്പോൾ സമ്മാനം വലിയ രാജാവിൻ്റെ പ്രതിനിധികളൊക്കെ അത് പഴയ കാലത്തുള്ള ഇന്നത്തെ ഈ കുട്ടികൾ നമ്മൾ ആദ്യം നിർമ്മിച്ചിട്ടില്ല. ഇതിനകത്ത് ഇത് ആളുകൾ എന്ത് ചെയ്യും പറയും 10,000 റിയാൽ എല്ലാം തരാൻ പറയും. നമ്മൾ നോക്കുമ്പോൾ കാബയുടെ കില്ല. ഇത് കാന്തപുരോത്സവമൊക്കെ ഉണ്ട്, വടതല മൂസാവസ്ഥാനൊക്കെ ഉണ്ട്. ചെറിയൊരു കഷ്ണമുള്ളൂ. ഇപ്പം നിലവിൽ അവിടെ വെച്ചിരിക്കുന്ന ഈ വെള്ളി നൂല്, പിച്ചള നൂല്, സ്വർണ്ണ നൂല് കണ്ടല്ലോ. പട്ട്, മഞ്ഞപ്പട്ട്, വെള്ളപ്പട്ട്. അപ്പം അങ്ങനെ രാജാക്കന്മാരുടെ അങ്ങനെ പ്രതിനിധികൾ വരുമ്പോൾ ഇതുപോലെ തന്നെ കഷ്ണം മുറിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ എന്തെങ്കിലും ഉള്ളവർക്ക് മുറിച്ചിട്ട് കൊടുക്കും. അതാണ് അവരുടെ വീടുകളിലേക്ക് സൂക്ഷിക്കുന്നത്. ഇപ്പോൾ കാബയുടെ ഒറിജിനൽ വലിപ്പം മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. കാബയുടെ വാതിലിൻ്റെ ഇത്രയും വലിപ്പമുണ്ട്. ആ വാതിലിൻ്റെ ഭാഗത്ത് കാണുന്ന ഒരു കില്ലയുടെ കഷ്ണമായിരുന്നു. അതിൻ്റെ വലിപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു. കാബയുടെ വാതിലിൻ്റെ ഭാഗത്ത് മാത്രം ഇടുന്ന ഒരു കഷ്ണമാണിത്.